2.3 കിലോമീറ്റർ ദൈർഘ്യമുള്ള തിരുവല്ല ബൈപ്പാസ്, 6 ട്രാഫിക് സിഗ്നലുകൾ. കവലകളിൽ റെഡ് സിഗ്നലുകൾ തെളിയുന്നതോടെ വാഹനങ്ങളുടെ സമീപത്തേക്ക് ഭിക്ഷാടകരെത്തുകയാണ്. അംഗവൈകല്യങ്ങളും ശാരീരിക അവശതകളുമാണ് ചിലരെല്ലാം എടുത്തു കാട്ടുന്നത്. മറ്റു ചിലരാകട്ടെ കുഞ്ഞുങ്ങളുടെ ദൈന്യതയാർന്ന മുഖം പ്രദർശിപ്പിച്ച് ആളുകൾക്ക് മുന്നിൽ കൈനീട്ടുകയാണ്. മണിക്കൂറുകൾ കൊണ്ട് ഇത്തരക്കാർ വൻ തുകകൾ സമ്പാദിക്കും. തൊഴിൽ ദാനം എന്നുള്ള രീതിയിൽ തന്നെ ഒരുപറ്റം ആൾക്കാരെ പിടിച്ച് ഇങ്ങനെ പല രംഗങ്ങളിലേക്കും വിടുന്ന ഒരു വലിയ മാഫിയ തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഭിക്ഷാടനത്തിന് വരുന്നവർ അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഇവർക്ക് ലഭിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യം, അതായത് ഓരോരുത്തരും നൽകുന്ന പൈസയാണെന്ന് വരികിലും, പോകുന്ന വഴിക്ക് ഇവരെ വഴി കടന്നോ അല്ലെന്നൊരു മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ ആണെന്ന് വരികിലും ഇവരെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ കൊണ്ടു കൊടുക്കുകയാണ്. അവിടെ നിന്ന് അവർക്കൊരു എമൗണ്ട് എന്തെങ്കിലും അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതം നടക്കുന്നത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ ഇതുകൊണ്ട് വലിയൊരു ഒരു ക്രൈം ബിസിനസ് തന്നെ നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തും മൈതാനത്തിന്റെ ഓരത്തുമായാണ് ഇവർ തമ്പടിക്കുന്നത്. ഭിക്ഷാടകർ ഓരോ മാസവും മാറി മാറി എത്തുന്നു എന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. നഗരസഭാ പ്രദേശത്ത് യാചക നിരോധനം അനിവാര്യമെന്നുകൂടി സൂചിപ്പിക്കുന്നതാണ് സാഹചര്യം. ജിബിൻ കെ ബാബുവിനും ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കുമൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.